DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ പകൽ 11 മുതൽ 3 വരെ സെൽഫ് ലോക്ക്ഡൌൺ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിൽ പാമ്പുകടി മരണങ്ങളും കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ പാമ്പുകടിയേറ്റാൽ ആന്റിവെനമില്ലാത്ത ആശുപത്രിയിലെത്തിച്ച് സമയം കളയരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. പാമ്പുകടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ ആന്റിവെനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയാതെ ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കം ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പ് ആവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പ് ആവുന്നുണ്ടെന്നും KSEBയുടെ ഭാഗത്തു നിന്ന് നിയന്ത്രണമില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ ലഭിച്ച ഉപഭോക്താക്കൾ തങ്ങളുടെ കൈവശമുള്ള LPG കണക്ഷനുകൾ അടിയന്തരമായി സറണ്ടർ ചെയ്യണമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി LPG വിതരണത്തിന് ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി. പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം ലഭ്യമായിട്ടുള്ളവർ പുതിയ LPG കണക്ഷൻ എടുക്കാനോ നിലവിലുള്ള സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ പാടില്ല. ഇത്തരത്തിൽ PNG കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ 15 ദിവസത്തിനകം തങ്ങളുടെ LPG കണക്ഷൻ സറണ്ടർ ചെയ്യേണ്ടതാണ്. കണക്ഷൻ സറണ്ടർ ചെയ്യുന്നതിനായി mypngd.in എന്ന വെബ് പോർട്ടൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട LPG ഡിസ്ട്രിബ്യൂട്ടറെ നേരിട്ട് അറിയിക്കുകയോ ചെയ്യാമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു. 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. എന്നാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 30 വരെ സംസ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് മെയ് മാസത്തിൽ വാങ്ങാനിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ ലഭിക്കുകയില്ല. അതിനാൽ ഏപ്രിൽ 30 മുൻപായി ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. മെയ് മാസത്തെ റേഷൻ മെയ് മാസത്തിലും സംസ്ഥാനത്ത് തുടർന്ന് വിതരണം ഉണ്ടാകുന്നതാണ്. അതിനാൽ റേഷൻ കാർഡുകാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേവലം 4 ദിവസങ്ങൾ കൂടിയേ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാകുകയുള്ളൂ. അടുത്തറിയിപ്പ്, PM കിസാന്റെ 23ാം ഗഡു വിതരണ കാലയളവ് ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ 2000 രൂപയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത്. ജൂൺ മാസത്തിലൊക്കെ ഈ തുക വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അതിനു മുൻപായി തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വർഷത്തിൽ 6000 രൂപ വീതം 3 ഗഡുക്കളായി ലഭിക്കുന്ന ഈ ആനുകൂല്യം വരും മാസങ്ങളിൽ മുടങ്ങാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ആധാർ അധിഷ്ഠിത പണമിടപാട് രീതി നിലവിൽ വന്നതോടെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി നിർബന്ധമായും സീഡ് ചെയ്തിരിക്കണം. അല്ലാത്തപക്ഷം ധനസഹായം അക്കൗണ്ടിലേക്ക് ലഭിക്കില്ല. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ബാങ്കുകൾ വഴിയോ സ്റ്റാറ്റസ് പരിശോധിച്ച് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം EKYC പുതുക്കുന്നതാണ്. മുൻപ് KYC ചെയ്തവരാണെങ്കിൽ പോലും KYC ചെയ്യണമെന്ന നിർദ്ദേശമൊക്കെ SMS-ലൂടെയൊക്കെ എത്തുന്നുണ്ട്. അത്തരക്കാർ ബയോമെട്രിക് സംവിധാനമോ OTP വഴിയോ അത് പുതുക്കേണ്ടതുണ്ട്. കൂടാതെ പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവരും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരും ഈ പദ്ധതിക്ക് അർഹരല്ല. ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും ശ്രദ്ധിക്കണം. അയോഗ്യരായവർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്തില്ലെങ്കിൽ കൈപ്പറ്റിയ തുക തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതിനാൽ കർഷകർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.